കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാസങ്ങളായി തുടരുന്ന മരുന്ന് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് മരുന്ന് വിതരണ കമ്പനികൾ 3 മാസമായി തുടരുന്ന സമരം പിൻവലിച്ചു. 2 മാസത്തെ തുക നൽകാൻ അധികൃതർ തയ്യാറായതോടെയാണ് സമരം പിൻവലിച്ചത്. 9 മാസത്തെ കുടിശ്ശികയായ 90 കോടി രൂപയിൽ 2 മാസത്തെ തുക നൽകാമെന്നാണ് കമ്പനി ഭാരവാഹികൾ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായത്. ബാക്കി തുക അടുത്ത മാസം അവസാനത്തോടെ നൽകുമെന്നാണ് സൂപ്രണ്ട് അറിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് സമരം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഓൾ കേരള കെമിസ്റ്റ്സ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് 25.5 കോടി രൂപ, കാരുണ്യ ദലവന്റ് പദ്ധതിയിൽ നിന്ന് 10.5 കോടി രൂപ എന്നിങ്ങനെ 36 കോടി രൂപയാണ് കാത്ത് ലാബിലേക്ക് സ്റ്റെന്റ് ഉൾപ്പെടെ നൽകിയതിന് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. മരുന്ന് വിതരണവും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതയും നിലച്ചതോടെ ശസ്ത്രക്രിയ ഉൾപ്പെടെ മുടങ്ങിയിരുന്നു. നേരത്തെ കാസ്പിൽ ഉൾപ്പെടുത്തി ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ആശുപത്രി വികസന സമിതിയുടെ സർജിക്കൽ ഷോപ്പിൽ നിന്ന് ഇംപ്ലാന്റ് ഉൾപ്പെടെ ലഭ്യമാക്കിയിരുന്നു. ഇത് മുടങ്ങിയ അവസ്ഥയായിരുന്നു. മരുന്ന് വിതരണമടക്കം മുടങ്ങിയതോടെ ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതത്തിലായത്. വിതരണ കമ്പനികൾ ആശുപത്രി സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കുമടക്കം നിരവധി തവണ നിവേദനം നൽകിയിട്ടും കുടിശ്ശിക അനുവദിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. രോഗികളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് ആശുപത്രി അധികൃതർ കടന്നത്. ഏതായാലും മരുന്ന് വിതരണം പുനരാരംഭിച്ചത് രോഗികൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. ജനം, കോഴിക്കോട്.